വിദ്യേ നിക്ക്. നീ ഇതെങ്ങോട്ടാ? ഒന്ന് പുറത്തു പോകേണ്ട ആവശ്യമുണ്ട്. ബീനയുടെ അടുത്തേക്കാണോ? അല്ല. പിന്നെ എങ്ങോട്ട്? എന്താ അമ്മയുടെ പ്രശ്നം? നിന്നോട് എവിടെ പോവാന്ന് ചോദിച്ചിട്ട് നീ പറയാത്തത് എന്താ? എനിക്ക് 1-2 പേരെ കാണാനുണ്ട്, അതിന് പോവാ. പിന്നെ എനിക്ക് 1-2 ഷോപ്പുകളിൽ പോണം. നീ ഇപ്പൊ എങ്ങോട്ടും പോകുന്നില്ല, അകത്തേക്ക് കയറിപ്പോ. സൂരജ് ഇവിടെ ഇല്ലല്ലോ, പിന്നെ ഞാൻ പുറത്തു പോകുന്നതിൽ അമ്മയ്ക്ക് എന്താ പ്രശ്നം? നീ നിന്റെ കല്യാണം നടത്തി തരാൻ പറഞ്ഞു ആളുകളുടെ കാല് പിടിക്കാൻ നടക്കില്ലേ? ഓ, അതിൽ അമ്മയ്ക്ക് നാണക്കേട് തോന്നുന്നുണ്ടെങ്കിലേ അമ്മ തന്നെ നടത്തിത്താ. ഞാൻ നടത്തി തരാം, പക്ഷെ അത് സൂരജിന്റെ കൂടെയല്ല, ഞാൻ പറയുന്ന പയ്യന്റെ കൂടെ ആയിരിക്കുന്നേ ഉള്ളൂ. അതെനിക്കറിയാം, അതുകൊണ്ട് തന്നെയാ എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കുന്നത്. ദേ, വെറുതെ തർക്കുത്തരം പറഞ്ഞുകൊണ്ട് നിൽക്കാതെ നീ അകത്തേക്ക് കയറിപ്പോ വിദ്യേ. പറ്റില്ലമ്മേ, ഞാൻ പോവും. എനിക്ക് പോയേ പറ്റൂ. പോവാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? എനിക്ക് അമ്മയുടെ സമ്മതമൊന്നും വേണ്ട, ഞാൻ പോവാ. വെറുതെ എന്നെ തടയാൻ ശ്രമിച്ചാ ഞാൻ ഇവിടെ കിടന്ന് വിളിച്ചു പോവും, പിന്നെ അത് സീനാവും. കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കി നാണക്കേടായി എന്നൊന്നും പറഞ്ഞേക്കരുത്. എന്താ തന്നെ? എന്തു പറ്റി? അവൾ ഇറങ്ങിപ്പോയമ്മേ. ഞാൻ പറഞ്ഞു ഒന്നും അനുസരിക്കാതെ അവൾ ഇറങ്ങിപ്പോയി. നീ എന്താ തന്നെ പറയുന്നത്? അവൾ ഇറങ്ങിപ്പോയെന്നോ? വിദ്യയോ? എങ്ങോട്ടാ പോയത്? എനിക്കറിയില്ല. ആരെ കാണണമെന്ന് പറഞ്ഞിട്ടാ പോയത്. ഞാൻ പോരുതെന്ന് പറഞ്ഞിട്ടും അവൾ അനുസരിച്ചില്ല. ഓ, അതായിരുന്നു. ഇറങ്ങിപ്പോയെന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ ആകെ ഞെട്ടിപ്പോയി. എന്നാലും ഞാൻ അവളെ എങ്ങനെ നോക്കി വളർത്തിയതാ അമ്മേ? ഞാൻ പറയുന്നത് അനുസരിക്കാതെ ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ അവൾക്ക് എങ്ങനെ മനസ്സ് വന്നു? എന്തോ ആവശ്യത്തിന് പോകാൻ തുടങ്ങിയപ്പോ നീ തടഞ്ഞിട്ടില്ലേ അവള് ധിക്കരിച്ചു പോയത്? ഇപ്പോഴത്തെ കുട്ടികളല്ലേ തന്നെ, അതൊന്നും കാര്യമാക്കണ്ട. പോയ ആവശ്യം കഴിയുമ്പോ അവൾ ഇങ്ങ് തിരിച്ചു പോരും. ഗർഭിണിയാവുന്നത് മുതൽ കുഞ്ഞ് ജനിക്കുന്നത് വരെ എത്ര കഷ്ടപ്പെട്ടും എന്തൊക്കെ സഹിച്ചോ നമ്മൾ കഴിയുന്നതെന്ന് അമ്മയ്ക്കറിയല്ലോ. അതല്ല എന്തിനു വേണ്ടിയാ? നമ്മുടെ കുഞ്ഞിനെ ഒരുതൊക്കെ കാണാനുള്ള കൊതിയുണ്ടല്ലേ, കൊഞ്ചിച്ച് വളർത്താനുള്ള ആഗ്രഹം കൊണ്ടല്ലേ. അവസാനം ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വേദന സഹിച്ച് ആ കുഞ്ഞിനെ നേടിയിട്ട് അതിനെ കയ്യിലെടുക്കുമ്പോൾ ഉള്ള സന്തോഷം, അത് നമ്മൾ അമ്മമാർക്ക് മാത്രം മനസ്സിലാവൂ. എന്തൊക്കെ ചെയ്താലും എത്രയൊക്കെ സഹിച്ച് വളർത്തിയാലും ഇവരൊക്കെ പകരം തരുന്നത് ഇത്തരം വേദനകൾ മാത്രം. പ്രസവ വേദന സഹിച്ചു, പക്ഷെ ഇവര് തരുന്ന ഈ മനസ്സിന്റെ വേദന ഉണ്ടല്ലോ അമ്മേ, അത് സഹിക്കാനാ പാട്. ധന്യേ, നീ നിന്റെ ഭാഗത്തു നിന്ന് മാത്രമാണ് ചിന്തിക്കുന്നത്. കുറച്ചൊക്കെ വിദ്യയെ മനസ്സിലാക്കാൻ ശ്രമിച്ചാ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാവും. നീ ഇപ്പൊ ഒരമ്മയുടെ വേദന പറഞ്ഞു, നാളെ അവളും ഒരു അമ്മയാവേണ്ടതാണ്. ഓരോരുത്തരും അവരുടെ മക്കൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്, അവരുടെ അച്ഛനമ്മമാർക്ക് വേണ്ടിയല്ല. കാരണം പുതിയ തലമുറ നിലനിൽക്കേണ്ടത് ലോകത്തിന്റെ ആവശ്യമായതുകൊണ്ട്. പ്രകൃതി മനുഷ്യന്റെ മനസ്സിനെ അങ്ങനെയാ തീർത്തിരിക്കുന്നത്. അച്ഛനമ്മമാർക്ക് വേണ്ടി ജീവിക്കുന്ന എത്രയോ മക്കളുണ്ടമ്മേ. സംരക്ഷിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഉള്ളിൽ നിന്നുള്ള സ്നേഹത്തിന്റെയും അവരെ വളർത്തുന്നതിന്റെയും പെടാപ്പാടിനെ കുറിച്ചാ, ജീവിതത്തിലെ മുൻഗണനകളെ കുറിച്ചാ. ഇതൊക്കെ പറയാനും കേൾക്കാനും കൊള്ളാം, അനുഭവിക്കുന്നവർക്ക് അതിന്റെ വേദന മനസ്സിലാവും. ഇവളുടെ ഈ പോക്ക് ശരിയല്ല. ഞാൻ പറഞ്ഞിട്ട് അനുസരിക്കാൻ വയ്യെങ്കിൽ അവളെ എങ്ങനെ മര്യാദ പഠിപ്പിക്കണമെന്ന് എനിക്കറിയാം. ഇങ്ങ് തിരിച്ചു വരട്ടെ, കാണിച്ചു കൊടുക്കാൻ ഞാൻ. അന്ന് മുത്തച്ഛനെ കണ്ട ശേഷം സൂരജിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് അറിയാൻ വേണ്ടിട്ടാ ഞാൻ സൂരജിന്റെ വീട്ടിൽ പോയത്. മോൾ എന്തിനാ വെറുതെ അങ്ങോട്ട് പോയത്?
ബീനയുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ. നാവിനൊരു എല്ലില്ലാത്ത പ്രകൃതമാ. എതിരെ നിൽക്കുന്ന ആളെ കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ലാതെ വായി വരുന്നതെല്ലാം വിളിച്ചു പറയും. അതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാ ഞാൻ പോയത്. എന്നെ എത്ര വേദനിപ്പിച്ചാലും സാരമില്ലായിരുന്നു. എനിക്ക് സൂരജിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു. എന്നിട്ട് ബീന എന്ത് പറഞ്ഞു? മോളെ ആട്ടി ഓടിച്ചോ? ഇറക്കി വിട്ടില്ല, പക്ഷെ നന്നായി അപമാനിച്ചു. എനിക്ക് സൂരജിനെ വേണമെങ്കിൽ എന്റെ അച്ഛനെയും അമ്മയും വീടും എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി ചെല്ലണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനൊന്നും പറഞ്ഞില്ല മുത്തച്ഛ. എനിക്ക് സൂരജിനെ ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ എന്റെ അച്ഛനെയും അമ്മയും ജീവനാ. ബീനാന്റെ ആ പറഞ്ഞത് എന്റെയും സൂരജിന്റെയും സ്നേഹം മനസ്സിലാക്കിയിട്ടല്ലെന്ന് എനിക്കറിയാം. ബീനാന്റെ എന്റെ അമ്മയെ അപമാനിക്കാനും വേദനിപ്പിക്കാനും ഇതൊരു അവസരമായി കാണുന്നു മാത്രം. അതാണ് മോളെ ശരി. ബീനയെ വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്നതല്ലേ. അവള് ജീവിക്കുന്നത് തന്നെ സൂരജിന് വേണ്ടിയാണെന്ന് എപ്പോഴും പറയുമെങ്കിലും അതൊക്കെ വെറുതെയാ. സത്യത്തിൽ അവള് സ്നേഹിക്കുന്നത് അവളെ മാത്രമാ. സൂരജിനെ സ്നേഹിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തിരുന്നെങ്കിലേ അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹത്തിന് ബീന എതിര് നിൽക്കില്ലായിരുന്നല്ലോ. അവിടുന്ന് വിവരമൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ പോയി മീരയെ കണ്ടു. പക്ഷേ അവൾക്ക് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ആദർശേട്ടനോട് സംസാരിക്കാൻ ശ്രമിച്ചു നോക്കിയെങ്കിലും അതിനും സാധിച്ചില്ല. ആലോചിച്ചിട്ട് എനിക്കൊരു സമാധാനവും ഇല്ല. സൂരജിനെ എല്ലാവരും കൂടി എന്തെങ്കിലും ചെയ്തോന്ന് എനിക്ക് പേടിയാ. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എന്നെ വിളിച്ചേനെ. അങ്ങനെയൊന്നും ഇല്ല മോളെ. മീരയും ആദർശം കൂടി അല്ലേ സൂരജിനെ പറഞ്ഞയച്ചത്. അവര് സൂരജിന് ദോഷം വരുന്ന ഒന്നും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതറിയാഞ്ഞിട്ടല്ല, പക്ഷേ എനിക്ക് മോളുടെ മാനസികാവസ്ഥ മനസ്സിലാവും. ഞാൻ ഏതായാലും ആദർശനോടൊന്നും സംസാരിക്കാം. സൂരജ് എവിടെയാണെന്നും എന്താ വിളിക്കാത്തതെന്നും അപ്പൊ മനസ്സിലാവുമല്ലോ. അത് ശരിയാ മുത്തശ്ശ. മുത്തശ്ശൻ ചോദിച്ചാ ആദർശേട്ടൻ കാര്യം എന്തായാലും പറയും. നമുക്കിപ്പൊ തന്നെ പോയി ആദർശേട്ടനെ കണ്ട് സംസാരിച്ചാലോ? പോകാം മോളെ. നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ആദർശനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അതുകൊണ്ട് വിളിച്ചു ചോദിച്ചിട്ട് പോയി കാണാം. സൂരജിനോട് സംസാരിക്കാൻ സാധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എവിടെയാണെന്നൊന്ന് അറിഞ്ഞാ മതി. എവിടെയായാലും സുരക്ഷിതമായിരുന്നാ മാത്രം മതി. ആ കാര്യത്തെ എനിക്കൊരു പേടിയില്ല. അവനൊരു കുഴപ്പവും ഉണ്ടാവില്ല. മോളുടെ ഈ അവസ്ഥ കണ്ട് സങ്കടം വന്നിട്ടാ മുത്തശ്ശൻ ആദർശനെ കണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞത്. മുത്തശ്ശൻ അറിയാലോ, ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ മാക്സിമം നോക്കിയ ആളാ സൂരജ്. അതൊരിക്കലും എന്നോടുള്ള സ്നേഹക്കുറവ് കൊണ്ടല്ലാന്ന് ഉറപ്പുള്ളതുകൊണ്ടാ ഞാൻ പിന്നെയും സൂരജിന്റെ സ്നേഹത്തിനായി കൊതിച്ചത്. ഞാൻ കൊടുത്തതിൽ എത്രയോ ഇരട്ടിയായി സൂരജ് എനിക്ക് ആ സ്നേഹം തിരിച്ചു തരികയും ചെയ്തു. ഈ സമയം കൊണ്ട് തന്നെ ഒരു ജന്മത്തിന്റെ സ്നേഹം ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചു കഴിഞ്ഞു. ഇനി ഒരു പിരിയല് ഞങ്ങൾക്ക് സാധിക്കില്ല. എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾ തമ്മിൽ പിരിയാനോ? അതിനീ മുത്തശ്ശൻ സമ്മതിച്ചിട്ട് വേണ്ടേ? നിന്നെ പോലെ എന്റെ സൂരജിനെ സ്നേഹിക്കാൻ ആർക്കാ മോളെ സാധിക്കുന്നത്? അവന് നഷ്ടപ്പെട്ട എല്ലാ നന്മകൾക്കും പകരമായിട്ട് ഭഗവാൻ എന്റെ മോന് നൽകിയ ഏറ്റവും വലിയ നിധിയാ നീയെ. അപ്പൊ പിന്നെ എന്റെ മോന്റെ ജീവിതത്തിൽ നിന്ന് നിന്നെ കളയാൻ ഞാൻ സമ്മതിക്കുവോ? മോളുടെ മാനസികാവസ്ഥയും വേദനയും മുത്തശ്ശന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തില് തുണയായിട്ട് ആരാണ് വരേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഭഗവാനാ. ഈ ജന്മം സൂരജിന് കൂട്ടായി വരേണ്ടത് മോളാ. മോൾക്ക് സൂരജും. അതുകൊണ്ട് ഭഗവാൻ തന്നെ നിങ്ങളെ ഒന്നിപ്പിക്കും. അതിന് എത്ര നാള് വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷേ എന്റെ സൂരജ് എവിടെയാണെന്നും എന്ത് ചെയ്യാണെന്നും എനിക്കറിയണം. സൂരജ് സുരക്ഷിതനായി സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് അറിഞ്ഞാൽ മാത്രം മതി എനിക്ക്. മുത്തശ്ശന് മനസ്സിലായി മോളെ. നമുക്കേതായാലും ആദർശനെ പോയി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. എന്താ അതുപോലെ? അത് മതി. ഞാൻ ചെന്ന് ചോദിച്ചാ ഒരു പക്ഷെ പറഞ്ഞില്ലെന്ന് വരാം. സൂരജിനെ ഇവിടെ നിന്ന് മാറ്റിയതിന്റെ പിന്നില് ബീനാന്റെ ആയിരിക്കും. ഈസ്റ്റർ ദിനത്തിൽ മലയാളത്തിന്റെ മനസ്സറിഞ്ഞ പ്രിയ താരങ്ങൾ പ്രേക്ഷകർക്കിടയിലേക്ക്. ഒന്ന് മമ്മൂക്ക, 2 ചാക്കോച്ചൻ. പച്ച വെള്ളം കുടിക്കാൻ കിട്ടുന്നത് എന്റെ ഭാഗ്യമാണ്.
പഴയ മിമിക്രിക്കാരനായിരുന്നു. അത് മറ്റേ സ്കിറ്റ് കളിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ സ്കിറ്റ് കളിക്കണത് വില്ലടിച്ചാൻ പാട്ടിന്റെ കൂടെയാണോ? സൗഹൃദത്തിന്റെ കഥ പറഞ്ഞ നിറസല്ലാപം അവസാന ഭാഗം ഏപ്രിൽ 20 ഞായറാഴ്ച ഈസ്റ്റർ ദിനത്തിൽ ഉച്ചയ്ക്ക് 1:30. മീനാന്റിയുടെ മുന്നില് സൂരജിന്റെ മേലെ എനിക്കൊരു അവകാശവും ഇല്ല. പക്ഷെ മുത്തശ്ശൻ അങ്ങനെയല്ലല്ലോ. സൂരജിനെ കുറിച്ച് ചോദിക്കാനും അറിയാനും അധികാരവും അവകാശമുള്ള ആളല്ലേ. അതുകൊണ്ട് തന്നെ മുത്തശ്ശനോട് അവര് കാര്യങ്ങളെല്ലാം പറയും. അല്ലെങ്കിലും ആദർശ് അങ്ങനെ മറച്ചു വെച്ച് സംസാരിക്കുന്ന ആളൊന്നും അല്ല. നമുക്കെന്തായാലും പോയി നോക്കാം. വഴിക്ക് വെച്ച് ആദർശിനെ വിളിക്കുകയും ചെയ്യാം. വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാ കാണാൻ സാധിക്കില്ലെന്ന് ആദർശ് പറയില്ല. ശരിയാ, ഇന്ന് നമുക്ക് പോവാം മുത്തശ്ശ. വാ മോളെ. മനോജനായിരുന്നോ? എന്തുപറ്റി? വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോ ഞാനോർത്തു വിദ്യ തിരിച്ചു വന്നു. വിദ്യയുടെ പോയി? പുറത്തേക്ക് പോയി. ഞാൻ പോകരുതെന്ന് പറഞ്ഞിട്ടും അനുസരിക്കാതെ തോന്നിയ വസ്തുവിന് ഇറങ്ങി പോവായിരുന്നു. അതെന്താ? താനെന്തിനാ അവളോട് പോകണ്ടെന്ന് പറഞ്ഞേ? കഴിഞ്ഞ പ്രാവശ്യം അവള് ബീനയുടെ വീട്ടിൽ പോയ കാര്യം മനോജേട്ടൻ മറന്നോ? അതിന് ഇന്നും അങ്ങോട്ടാ പോകുന്നതെന്ന് വിദ്യ പറഞ്ഞോ? ഇല്ല, പക്ഷെ ഞാൻ പോകരുതെന്ന് പറയുമ്പോ അവളത് അനുസരിച്ച് പോവാതിരിക്കേണ്ടതല്ലേ? എടോ, ഒരു കാരണവും ഇല്ലാതെ കുട്ടികളെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്താല് അവരത് ചോദ്യം ചെയ്യും. വിദ്യയാണെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ള ഒരു പെണ്ണാ. മക്കളാണെങ്കിലും തോളോടൊപ്പം എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ആ സ്ഥാനവും വിലയും ഒക്കെ നൽകണം. ഇതൊന്നും അങ്ങോട്ട് മാത്രം ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അല്ല. നമ്മൾ ഇത്രയും നാളും അച്ഛനമ്മമാരുടെ കടമകളും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് ചെയ്തവരെ. നമ്മളോട് മക്കൾക്കും കടമയും കടപ്പാടും ഒക്കെ ഉണ്ട്. അതൊന്നും ആരും ചെയ്യുന്നില്ലല്ലോ. എന്നെ ധിക്കരിച്ച് വിദ്യ എവിടുന്ന് ഇറങ്ങിപ്പോയത് എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാ. മനോജൻ നമ്മളെ വിളിച്ച് ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരാൻ പറ. എന്താ തന്നെ നീ ഇങ്ങനെ സംസാരിക്കുന്നത്? വിദ്യ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തു പോയതായിരിക്കില്ലേ? ഇപ്പൊ തന്നെ ഞാൻ വിളിച്ചിട്ട് തിരിച്ചു വരാൻ പറഞ്ഞാല് അത് ശരിയാണോ? അപ്പൊ എന്നെ അനുസരിക്കാതെ അവൾ ഇറങ്ങിപ്പോയതോ? അത് ശരിയാണോ? എന്തായാലും വിദ്യ പോയില്ലേ, ഇനി തിരിച്ചു വരട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം. നീ ഒന്ന് അടങ്ങ് തന്നെ. അല്ലെങ്കിലും എന്റെ ടെൻഷനും പ്രശ്നങ്ങൾക്കൊന്നും ഇവിടെ ഒരു വിലയില്ലല്ലോ. ഞാൻ പറയുന്നതൊന്നും കാര്യമായിട്ട് ആരും എടുക്കുന്നുമില്ല. ഇതെന്താ ഇപ്പൊ പുതിയൊരു കഥ? വേറെ ആരാ നിന്റെ വാക്കുകൾക്ക് ഇവിടെ വില തരാത്ത? വിദ്യ പോയതിൽ എനിക്ക് മാത്രമേ ടെൻഷനുള്ളൂ. നിങ്ങൾക്ക് ആർക്കും ഒരു ടെൻഷനും ഇല്ല. അമ്മയും പറയുന്നത് വിദ്യ പോയ കാര്യം എന്താന്ന് വെച്ചാ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരട്ടെ എന്ന്. അതല്ലേ അതിന്റെ ശരി. തന്റെ വാശിക്ക് ഇപ്പൊ വിദ്യ തിരിച്ചു വിളിക്കുന്നത് ശരിയാണോ? ആണോ? ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് ടെൻഷൻ ആവല്ലേ തന്നെ. ഇതൊക്കെയാണോ ചെറിയ കാര്യം? ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കെല്ലാം വളം വെച്ച് കൊടുത്തിട്ട് പെണ്ണ് വഷളായത്. നിയന്ത്രിക്കേണ്ട കാര്യങ്ങൾ നിയന്ത്രിക്കണം. ഒന്നാമത്തെ കാര്യം, അവൾക്കാരും പേടിയില്ല. അതെങ്ങനെയാ? മക്കളെ മക്കളായിട്ട് തന്നെ വളർത്തണം. അല്ലാതെ അവരെ ഫ്രണ്ട്സിനെ പോലെ കാണുകയോ അമിത സ്വാതന്ത്ര്യം കൊടുക്കുകയോ ചെയ്താ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഫലം. ഇപ്പൊ അനുസരണ ഇല്ലാതെ ചുറ്റിത്തിരിയുന്നത് കണ്ടില്ലേ? വിദ്യക്ക് അത്ര കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾക്ക് ഇഷ്ടപ്പെട്ട ബന്ധത്തെ നമ്മൾ എതിർത്തിട്ടും അവള് നമ്മളെ ധിക്കരിച്ച് ഇറങ്ങിപ്പോയൊന്നുമില്ലല്ലോ. അതൊക്കെ നമ്മൾ വളർത്തിയതിന്റെ ഗുണം തന്നെയാ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്ന വിവാഹത്തിന് അവൾ സമ്മതിക്കുന്നില്ലല്ലോ. അതെന്താ വളർത്തു ഗുണത്തിൽ വരാത്തത്? തന്നോട് വെറുതെ തർക്കിക്കാൻ ഞാനില്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് തനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല താൻ തർക്കിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എല്ലാത്തിനും തൻ്റെ വാശി ജയിക്കണം. അതിപ്പോൾ സംസാരത്തിലായാലും അങ്ങനെ തന്നെ. സത്യത്തിൽ അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. എല്ലാ കുറ്റവും എന്റെ മേലെ കെട്ടിവെച്ച പിന്നെ ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ. ആയിക്കോ, എന്താന്ന് വെച്ചാ ആയിക്കോ. ഞാനിനി ഒന്നും പറയുന്നില്ല, പോരെ? മതി. എന്നാലും വിദ്യ തിരിച്ചു വരുമ്പോ ഞാനിത് വെറുതെ വിടുമെന്നാരും കരുതണ്ട. അവളിങ്ങോട്ട് വരട്ടെ. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. താൻ തന്റെ ഇഷ്ടം പോലെ ചെയ്യും. അത് സത്യമല്ലോ.
മോനെ, മോൻ വന്നിട്ട് കുറെ നേരമായോ? ഇല്ല, ഒരു 10 മിനിറ്റ്. സൂരജിന്റെ വിവരം ഒന്നും അറിയാഞ്ഞിട്ട് വിദ്യമോള് വലിയ വിഷമത്തിലാ. അതുകൊണ്ടാ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞത്. ആദർശേട്ടന് ബുദ്ധിമുട്ടായി കാണുമല്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല. സൂരജിനെ കുറിച്ച് ഓർത്ത് വിദ്യക്ക് ഒരു പേടിയും വേണ്ട. സൂരജ് സേഫ് ആയിട്ട് വർക്ക് സൈറ്റിലുണ്ട്. ഞാൻ ഒരുപാട് തവണ സൂരജിനെ ട്രൈ ചെയ്തു, കിട്ടിയില്ല. അവസാനം മീരയുടെ കാര്യം പറയുകയും ചെയ്തു. മീരയ്ക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലെന്നും ആദർശേട്ടനോട് ചോദിച്ചിട്ട് പറയാമെന്നും പറഞ്ഞിട്ട് മീര ഒന്നും പറഞ്ഞില്ല. ഞാൻ ആദർശേട്ടനെ വിളിച്ചപ്പോഴും മീരയെ കോൾ അറ്റൻഡ് ചെയ്ത്. എന്തോ കള്ളത്തിന് എനിക്ക് ഫീൽ ചെയ്തു. അയ്യോ, അങ്ങനെയൊന്നും അല്ല വിദ്യ. ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി. കമ്പനിയിലെ 1-2 കാര്യങ്ങൾ കാരണം നല്ല ടെൻഷനിലായിരുന്നു. വിദ്യ വിളിച്ചപ്പോൾ എനിക്ക് കോൾ എടുക്കാൻ പറ്റിയില്ല. അതാ മീര എടുത്തത്. ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ വിദ്യ അറ്റൻഡ് ചെയ്തതുമില്ല. വിളിച്ചത് ആദർശേട്ടനാണെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. മീര എന്തെങ്കിലും പറഞ്ഞ് ന്യായീകരിക്കാൻ വിളിക്കുന്നതാവെന്ന് കരുതിയാ ഞാൻ കോൾ എടുക്കാതിരുന്നേ. എന്നെ എല്ലാവരും ചേർന്ന് പറ്റിക്കുകയാണെന്നൊരു തോന്നൽ വന്നതിന്റെ ടെൻഷനിൽ ഞാൻ ആകെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. വിദ്യയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. സൂരജനും വിദ്യയും തമ്മിൽ അകറ്റണമെന്ന് എനിക്കോ മീരയ്ക്കോ ആഗ്രഹമൊന്നുമില്ല. അതെനിക്കറിയാം മോനെ. വിദ്യമോള് വന്ന് കാര്യം പറഞ്ഞപ്പോ തന്നെ ഇവളെയും കൂട്ടി ആദർശിനെ കാണാൻ വന്നതും ആ ഒരു വിശ്വാസം കൊണ്ടാ. പിന്നെ മീരമോൾക്കൊരിക്കലും വിദ്യയോ സൂരജിനെയോ വേദനിപ്പിക്കാൻ സാധിക്കില്ല എന്ന കാര്യം എനിക്ക് ഉറപ്പാ. അതൊക്കെ എനിക്കറിയാം. പക്ഷേ സൂരജ് എവിടെയാണെന്ന് പോലും അറിയാതെ ശ്വാസം മുട്ടിയുള്ള ഈ അവസ്ഥ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഈസ്റ്റർ ദിനത്തിൽ മലയാളത്തിന്റെ മനസ്സറിഞ്ഞ പ്രിയ താരങ്ങൾ പ്രേക്ഷകർക്കിടയിലേക്ക്. 1 മമ്മൂക്ക, 2 ചാക്കോച്ചൻ. പച്ച വെള്ളം കുടിക്കാൻ കിട്ടുന്നത് എന്റെ ഭാഗ്യമാണ്. പഴയ മിമിക്രിക്കാരനായിരുന്നു. അത് മറ്റേ സ്കിറ്റ് കളിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ സ്കിറ്റ് കളിക്കണത് വില്ലടിച്ചാൻ പാട്ടിന്റെ കൂടെയാണോ? സൗഹൃദത്തിന്റെ കഥ പറഞ്ഞ നിറസല്ലാപം അവസാന ഭാഗം ഏപ്രിൽ 20 ഞായറാഴ്ച ഈസ്റ്റർ ദിനത്തിൽ ഉച്ചയ്ക്ക് 1:30. എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ സൂരജ് എന്നെ വിളിക്കാതിരിക്കില്ല. അത് ഓർക്കുമ്പോഴാണ് കൂടുതൽ വിഷമവും ടെൻഷനും. ഒരു ടെൻഷനും വേണ്ട. സൂരജിന് ഒരു കുഴപ്പമില്ല. പിന്നെ വിളിക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ല. സൂരജ് റേഞ്ച് കിട്ടാത്തൊരു സൈറ്റിലാണ്. അവിടെ നിന്ന് ഫോൺ വിളിക്കാൻ പറ്റില്ല. ആദർശേട്ടൻ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി നുണ പറയുന്നതൊന്നും അല്ലല്ലോ? ഏയ്, ഒരിക്കലും അല്ല. എന്തിനാ ഞാൻ വിദ്യയോട് നുണ പറയുന്നത്? ആദർശ തെറ്റിദ്ധരിക്കരുത്. വിദ്യമോൾ അവളുടെ വിഷമം കൊണ്ട് ഓരോന്ന് പറയുന്നതാ. അതല്ല ആദർശേട്ടാ, സൂരജ് ബാംഗ്ലൂരാണെന്നല്ലേ പറഞ്ഞത്? അതുപോലൊരു സിറ്റിയില് റേഞ്ചിന്റെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാ ഞാനതെങ്ങനെ വിശ്വസിക്കും? ബാംഗ്ലൂർ എന്ന് പറഞ്ഞാലും ഇത് ഹൂബ്ലിക്കടുത്താ. സിറ്റിയിൽ നിന്നും ഒരുപാട് അകലെ ഒരു റിമോട്ട് ഏരിയ. അവിടെ കാടിനോട് ചേർന്നുള്ള ഒരു റിസോർട്ടിന്റെ വർക്കാ. അവിടെ എത്തിപ്പെടാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാ. റോഡിന്റെ പണി പോലും നമ്മൾ വേണം ചെയ്തു കൊടുക്കാൻ. താൻ ടെൻഷനാവണ്ട. സൈറ്റിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ഒരു ഗ്യാപ്പ് സൂരജിന് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇതുവരെ വിളിക്കാതിരുന്നത്. സൂരജ് അല്ലെങ്കിലും സൈറ്റിൽ നിന്ന് വർക്കേഴ്സ് ആരെങ്കിലും വിളിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ സൂരജിനോട് വിദ്യയെ വിളിക്കാൻ പറഞ്ഞോളാം. എന്താ, അതുപോലെ? മതി. എന്റെ സങ്കടം അതല്ല ആദർശേട്ടാ. എന്റെ ഇവിടുത്തെ അവസ്ഥ സൂരജിന് നന്നായിട്ട് അറിയാവുന്നതല്ലേ? എന്നിട്ട് എന്നെ ഒന്ന് വിളിച്ച് കാര്യം പറയണമെന്ന് സൂരജിന് തോന്നിയില്ലല്ലോ. അതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലേ വിദ്യ. താൻ വേണ്ടേ സൂരജിന്റെ സാഹചര്യം മനസ്സിലാക്കാൻ? സൂരജ് അവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്കിപ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നത്. സൂരജിനെ മനസ്സിലാക്കാഞ്ഞിട്ടല്ല. ഒന്നിന്റെ പേരിലും സൂരജ് എന്നെ അവോയ്ഡ് ചെയ്യില്ലെന്നും എനിക്കറിയാം. പക്ഷേ ഈ പക്ഷേ സ്നേഹക്കൂടുതലിന്റെ സത്യത്തിൽ പരസ്പരമുള്ള സ്നേഹത്തിന്റെ ആഴം അറിയാൻ ഇടയ്ക്ക് ഇങ്ങനെ അകന്നിരിക്കുന്നത് നല്ലതാ. വിദ്യയ്ക്ക് ഒരു പേടിയും വേണ്ട. ഞാൻ നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. എന്താവശ്യത്തിന് ഞാനുണ്ടാവും കൂടെ. ആദർശേട്ടൻ മീരയോട് പറയണം എന്നോട് ദേഷ്യമൊന്നും തോന്നരുതെന്ന്. എന്റെ സങ്കടവും ദേഷ്യവും കൊണ്ട് ഞാൻ മീരയോട് എന്തൊക്കെയോ പറഞ്ഞു. അവൾക്കത് വിഷമമായിട്ടുണ്ടാവും. ആ പേടിയൊന്നും വേണ്ട. മീരയ്ക്ക് വിദ്യയെ മനസ്സിലാവും. നിങ്ങളെ സഹായിക്കാൻ പറ്റുന്നില്ലോ എന്നുള്ള വിഷമ മീരയ്ക്ക്.
വിദ്യ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഞാനും പറഞ്ഞത് ഇത് തന്നെയാ. മീരമോളുടെ സ്വഭാവം വെച്ച് ഒരാളിനെയും വേദനിപ്പിക്കുന്ന ഒന്നും ആ കുട്ടി ചെയ്യില്ല. അതൊക്കെ പോട്ടെ, നിങ്ങൾ രണ്ടാളും സമാധാനമായിട്ടിരിക്കെ. സൂരജ് സേഫാ. അത് കേട്ടാൽ മാത്രം മതി. ഇപ്പൊ മനസ്സിന് വലിയൊരു ആശ്വാസം തോന്നുന്നുണ്ട്. ഏത് സമയം സൂരജ് എന്നെ വിളിച്ച് സംസാരിക്കണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ കാര്യങ്ങളൊന്നും അറിയാതെ, എവിടെയാ എന്താന്ന് പോലും അറിയാതെ ആയതുകൊണ്ടാ എനിക്ക് ഇത്ര പേടി തോന്നിയത്. ഇപ്പൊ സമാധാനമായല്ലോ, അത് മതി. എന്നാ മോനെ ഞങ്ങള് പോട്ടെ. ശരി ശരി, എന്നാ പോ മോളെ. ബീനാമ ഇങ്ങനെ വാശിയോടെ നിന്ന് എന്ത് ചെയ്യും? സൂരജോ വിദ്യയോ ഇതിന്ന് പിന്മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെറുതെ അവരെ വിഷമിപ്പിക്കാന്നല്ലാതെ ഈ വാശി കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, വിദ്യ എന്നെ വന്ന് കണ്ട് സംസാരിച്ചിരുന്നു. വിദ്യയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമമുണ്ട്. ബീനാമെ അമ്മായിയും കരുതി മാത്രം ആരും അവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത്. വെറുതെ എന്തിനാ ബീനാമെ ഇങ്ങനെ ഒരു പ്രയോജനവും ഇല്ലാതെ വാശി കാണിച്ച് അവരുടെ സന്തോഷം കൂടി ഇല്ലാതാക്കുന്നത്? മീരമോളെ, നീ എന്നോട് ഇതുവരെ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ആ വിദ്യ നിന്റെ മനസ്സിനെ മാറ്റാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയല്ല ബീനാമേ. വേണ്ട മീര, നീ വെറുതെ ഇക്കാര്യത്തിൽ എന്നോട് തർക്കിക്കാൻ നിൽക്കണ്ട. മോളെ, ഞാൻ ഇതൊക്കെ കുറെ പറഞ്ഞതാ. സൂരജിനെ വിവാഹം കഴിക്കാൻ അവൾക്ക് അത്രയ്ക്ക് താല്പര്യമാണെങ്കിൽ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി വരാൻ ഞാൻ അവളോട് പറഞ്ഞല്ലോ.